1965 യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ത്യാഗവും ഇന്ത്യൻ വ്യോമസേനയുടെ ധീരതയും വിളിച്ചോതുന്ന ഒരു വമ്പൻ ചിത്രം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ ചിത്രത്തിൻ്റെ സ്ക്രീനിങ്ങിൽ, അതായത് പ്രിവ്യൂ സ്ക്രീനിങ്ങിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉണ്ടായിരുന്നു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ശത്രു പ്രദേശത്ത് ഇന്ത്യ നടത്തിയ ആദ്യത്തെയും ഏറ്റവും മാരകവുമായ വ്യോമാക്രമണത്തിൻ്റെ അറിയാ കഥകൾ പറയുന്ന സ്കൈ ഫോഴ്സ് എന്ന് പറയുന്ന അക്ഷയ് കുമാർ അഭിനയിച്ച ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരാനായി കാത്തിരിക്കുന്നത്. വീർ പഹാരി എന്ന് പറയുന്ന ഒരു നടനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറും വീർ പഹാരിയുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഈ സ്കൈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ വെള്ളിയാഴ്ചയാണ് ഈ ചിത്രം റിലീസാകുന്നത്. ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ വലിയ തരംഗം തന്നെ ഇതിന് റിലീസിന് മുമ്പ് തന്നെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മികച്ച റിപ്പബ്ലിക് ദിന കാഴ്ച എന്ന നിലയിൽ ആക്ഷൻ പാക്ഡ് ഡ്രാമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ വളരെ വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങളും തീവ്രമായ ആക്ഷൻ രംഗങ്ങളും വലിയ രീതിയിലുള്ള പാട്രിയോട്ടിസവും കൊണ്ട് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി മുന്നേറുകയാണ്. ഡൽഹിയിൽ അക്ഷയ് കുമാറും വീർ പഹാരിയും അഭിനയിച്ച ചിത്രത്തിൻ്റെ എക്സ്ക്ലൂസീവ് സ്ക്രീനിങ്ങും നടന്നിരുന്നു. ഈ സ്ക്രീനിങ്ങിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ചിത്രത്തെ പ്രശംസിച്ച് വലിയ രീതിയിലുള്ള ഒരു കുറിപ്പും ഇട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായം ജീവസുറ്റതാക്കിയതിന് അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും അദ്ദേഹം വലിയ രീതിയിൽ അഭിനന്ദിച്ചിട്ടുമുണ്ട്. സ്ക്രീനിങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത സ്കൈ ഫോഴ്സിന്റെ പ്രത്യേക സ്ക്രീനിങ്ങിൽ CDSലും 3 സർവീസ് മേധാവികളും നമ്മുടെ കൂടെ ചേർന്നിരുന്നു. 1965 യുദ്ധകാലത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ ധീരത, ത്യാഗം എന്നിവയുടെ കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് രാജ്നാഥ് സിംഗ് എക്സ് പ്ലാറ്റ്ഫോമിൽ എഴുതിയിരിക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ പ്രയത്നത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ എന്നും അദ്ദേഹം പറയുന്നു. ചിത്രത്തിൽ അക്ഷയ് കുമാർ, വീർ പഹാരിയ, നിർമ്മാതാക്കളായ ദിനേശ് വിജൻ, അമർ കൗശിക് എന്നിവരും രാജ്നാഥ് സിംഗ്, 3 സൈനിക മേധാവികൾ, CDS എന്നിവരും സ്ക്രീനിങ്ങിൽ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പ്രശംസയ്ക്ക് മറുപടിയായി അക്ഷയ് കുമാറും എക്സിൽ ഇത്തരത്തിലൊരു കുറിപ്പെഴുതി. നന്ദി സാർ, നിങ്ങളും CDSും 3 സർവീസ് മേധാവികളും ഞങ്ങളുടെ സിനിമ കാണാനും അത് അനുഗ്രഹിക്കാനും, ആ സിനിമയെ കണ്ട് അനുഗ്രഹിക്കാനും തയ്യാറായതിൽ, അതിന് സമയം ചെലവഴിച്ചതിൽ എനിക്കും സ്കൈ ഫോഴ്സ് ടീമിനും തികഞ്ഞ ബഹുമാനമാണ് നിങ്ങളോട് തോന്നുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിനന്ദനമാണ്, ബഹുമതിയാണ് എന്നാണ് അക്ഷയ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സായുധ സേനയുടെ ധൈര്യത്തിന് അഭിമാനത്തോടും നന്ദിയോടും കൂടെയാണ് ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നത് എന്നും അക്ഷയ് കുമാർ അദ്ദേഹത്തിന്റെ എക്സിൽ രാജ്നാഥ് സിംഗിന് മറുപടിയായി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.